തിരുവനന്തപുരം ശിശുക്ഷേമ സമിതി ആസ്ഥാനത്തുള്ള അമ്മത്തൊട്ടിലിൽ പുതിയ അതിഥിയെത്തി. 5 ദിവസം പ്രായമുള്ള ആൺകുഞ്ഞിനെയാണ് ലഭിച്ചത്. പ്രിയകവി ONV കുറുപ്പ് അനുസ്മരണ ദിനമായതിനാൽ കുഞ്ഞിന് വസന്ത് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണെന്നും സമിതി അധികൃതർ അറിയിച്ചു. സ്വന്തന സാജു വിവരങ്ങളുമായി ചേരുകയാണ്. സ്വന്തന, അങ്ങനെ അമ്മത്തൊട്ടിലിന്റെ തണലിലേക്ക് മറ്റൊരു കുഞ്ഞതിഥി കൂടി എത്തിയിരിക്കുന്നു. എപ്പോഴാണ് കുഞ്ഞിനെ ലഭിച്ചത്? കുഞ്ഞിന് ഇന്നത്തെ ONVയുടെ ഓർമ്മദിനമായതിനാൽ തന്നെ വസന്ത് എന്ന് പേര് നൽകിയല്ലേ? ആര്യ, റിജിത്ത്, ഇന്നലെയാണ് അമ്മത്തൊട്ടിലേക്ക് പുതിയ ഒരു അതിഥി കൂടി എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതി ആസ്ഥാനത്തുള്ള അമ്മത്തൊട്ടിലാണ് ഒരു ആൺകുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നത്. 5 ദിവസം മാത്രം പ്രായമുള്ള 2.8 കിലോഗ്രാം ഭാരമുള്ള കുഞ്ഞിനെയാണ് ഇന്നലെ രാവിലെ 9:20 അമ്മത്തൊട്ടിലിൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ശിശുക്ഷേമ സമിതി അധികൃതർ എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. കുഞ്ഞിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. കുഞ്ഞിനെ ഇവിടെ തൈക്കാടുള്ള ആശുപത്രിയിൽ എത്തിച്ച് മറ്റ് പരിശോധനകളും മറ്റും ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. കുഞ്ഞ് ആരോഗ്യവാനായി തന്നെ ഇരിക്കുന്നു എന്നുള്ള കാര്യമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട കവി ONV കുറുപ്പ് അദ്ദേഹത്തിന്റെ അനുസ്മരണ ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മുൻനിർത്തി അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട്. വസന്തം, പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു കവിതയാണ് ONV കുറുപ്പിന്റെ വസന്തം കവിത. ആ കവിതയെ മുൻനിർത്തിക്കൊണ്ടാണ് വസന്ത് എന്ന് കുഞ്ഞിന് പേര് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറിയായ GL അരുൺ ഗോപി എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അമ്മത്തൊട്ടിലേക്ക് ലഭിച്ചത് 45 കുഞ്ഞുങ്ങളെയായിരുന്നു. വിവിധ ഇടങ്ങളിലായി 45 കുഞ്ഞുങ്ങളെ ലഭിച്ചിരുന്നു. അതിൽ പല കുഞ്ഞുങ്ങളെയും ഇതിനോടകം തന്നെ ദത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷം തുടങ്ങി ഇപ്പോൾ ഫെബ്രുവരി മാസം എത്തുമ്പോഴേക്കും 4 കുഞ്ഞുങ്ങളെ ലഭിച്ചു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ എന്തായാലും അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്മത്തൊട്ടിലിന്റെ തണലിലേക്ക് വസന്ത് കൂടി എത്തിയിരിക്കുന്നു. സ്വന്തന സാജുവാണ് വിശദാംശങ്ങൾ നൽകുന്നത്.